അങ്ങനെ 27ാമത്തെ വയസ്സിൽ ലൈഫിലെ വേറൊരു ഘട്ടത്തിലേക്ക് ഞാൻ തിരികെയാണ്. പക്ഷേ ഈ പോക്ക് ഞാൻ തനിച്ചാണ്. ആദ്യമായിട്ടാണ് തനിച്ചുള്ള ഒരു പോക്ക്. പക്ഷേ ഇതിലെനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയും അവസാനം ഈ ഒരു കാഴ്ചയും മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു കുലുക്കും. അങ്ങനെ ഞാൻ എന്റെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോകും. ഈ കാണുന്ന ശ്രീലങ്കൻ ഫ്ലൈറ്റിലാണ് നമുക്ക് ഇന്ന് കൊളംബോയിലേക്ക് പോകുന്നത്. അവിടുന്ന് നേരെ റിയാദ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനകത്തേക്ക് കയറി സീറ്റിൽ. അവിടെ വെച്ചാണ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ വിൻഡോ സീറ്റ്. ഞാൻ റൺവേയിലൂടെ ഫ്ലൈറ്റ് പതിയെ ഓടിത്തന്നു. അവസാനം ആകാശത്തേക്ക്. അങ്ങനെ മേഘങ്ങളുടെ ഇടയ്ക്കൂടെ മേളിൽ ചെന്നു. എന്റെ നാടിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ നഗരം ഞാൻ മേളിൽ നിന്ന് നല്ലപോലെ കണ്ടു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പതിയെ കൊളംബോ റൺവേയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങി ബസ്സിൽ കയറി. നേരെ അടുത്ത ചെക്കിംഗ് കഴിഞ്ഞ് നേരെ അടുത്ത ഫ്ലൈറ്റിൽ. പക്ഷേ മറ്റേതിനെക്കാട്ടിലും നല്ല വലിയ ഫ്ലൈറ്റ്. അത് ബിസിനസ് ക്ലാസ് തന്നെ ഒരു നല്ല നിലയുണ്ട്. അങ്ങനെ അകത്ത് കയറിയിരുന്നു. ഇതിലും എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു ഹെഡ്ഫോൺ കൊണ്ടുവന്നു. പക്ഷേ ഇതെവിടെ കുത്തണ്ടേന്ന് എനിക്ക് ഈ അടുത്തിരിക്കുന്ന പുള്ളിക്ക് അറിയില്ല. അങ്ങനെ അവസാനം പതി ഞാൻ സ്ഥലം നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് പടം ഞാൻ ഇതിനകത്ത് ഇട്ടത് മെയ്യാഴനാണ്. ഇതിനകത്ത് ആകപ്പാട് പ്രേമലവും പിന്നെ വേറൊരു തമിഴ് അച്ഛന്റെ പടം. പക്ഷേ ഈ പടം വല്ലാത്തൊരു ഫീലാണ്. എത്ര ഉണ്ടായാലും മതിയാവും. ഇതിനകത്ത് ഒരു മാച്ച് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് റിയാദിന് നിർത്തി. അങ്ങനെ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി എന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എനിക്കത് ബിലാലാണ് നിൽക്കുന്നത്. ഞാൻ അതിനുശേഷം അവന് ഞങ്ങളുടെ മെട്രോയിലാണ് തിരിച്ചത്. 2 മെട്രോ മാറി കയറി പിന്നെ ബസ് കയറണം റൂമിലേക്ക് എത്താം. ഞാൻ 2 മെട്രോ മാറി ഇറങ്ങി പിന്നെ ഞങ്ങൾ ഒരു ടാക്സി എടുത്ത് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വരുന്ന പോലെ കാണാം. ഓക്കെ ബൈ.